കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ CPM പാർട്ടി എന്ന നിലയ്ക്കല്ല, യുവാക്കൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തറിയണമെന്ന രൂപത്തിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾ ഞങ്ങളുടെ വോട്ട് കള്ളവോട്ടായി പോകുന്നുണ്ടോ, ഞങ്ങൾ ജയിപ്പിക്കാൻ നിശ്ചയിച്ചവരല്ലേ ജയിച്ച് വന്ന് നമ്മളെ ഭരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ, ഇവിടെ ജനാധിപത്യം മരിക്കുകയാണോ, ജനാധിപത്യത്തിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന സംശയം ഉയരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഒന്നിക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ വാദങ്ങൾ ദുർബലമായി പോകുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ രാഹുൽ കൊണ്ടുവന്ന തെളിവുകൾ അതേക്കുറിച്ച് അറിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. അത് ഒരു വാദത്തിനിടയിലാണ് പ്രശാന്ത് ഭൂഷൺ അത് ഉന്നയിച്ചത്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് ഒരു 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 അത്ഭുതകരമായ കാര്യമാണ്, എന്തുകൊണ്ട് അത് അറിഞ്ഞില്ല എന്നുള്ളത്. ഏതായാലും പക്ഷേ ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാന ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.